പാപ്പ വേണോ? എന്റെ ഒന്നും അല്ല. ഒരാള് വന്നല്ലേ കാണാൻ. കല്യാണത്തിന് ഇടാനാണോ മേടിച്ചത്? അവൻ അതേലെ വേണോന്നും പറഞ്ഞാൽ മേടിച്ചത്. കല്യാണത്തിന് ഇടുവോന്നും എനിക്കറിയില്ല. കരുവാണോ ഇത്? കേക്ക് മുറിച്ചാട്ടെ. അവക്ക് കൊടുക്കാം. പണ്ടം കലയായിരുന്നു. കല്യാണം എപ്പോഴാന്ന് നോക്കിയാ മോനെ? എത്ര മണി വരെ രാഹുകാലം? ചിലപ്പോ ഒരു 4-5 മണിയാകുമ്പോൾ നടക്കാൻ പോകാൻ. അങ്ങനെ ആയിരിക്കും നടക്കാൻ പോകും. മനസ്സിലായി? പുറകോട്ട് വീഴും, ഇങ്ങോട്ട് വീഴും. പോയി മുടി കട്ടിക്കണം. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൂക്ഷിച്ചു പോയിട്ട് വരണം കേട്ടോ. നല്ലത്. ഇന്ന് രാവിലെ മുടി വെട്ടിക്കാൻ പോകുന്ന കാര്യം കുറേ ദിവസം കൊണ്ട് പറയും. ഇന്ന് രാവിലെ പോകണമെന്ന് വിചാരിച്ച് ഇന്നും നടന്നില്ല കേട്ടോ. പിന്നെ ഇപ്പം മുടി വെട്ടിക്കാൻ പോയേക്കുക. മോനുകുട്ടൻ്റെ മുടി ഒത്തിരി അങ്ങ് വളർന്നു. അപ്പോൾ നാളെ ഇനി നമുക്ക് പള്ളിയിലൊക്കെ റാസയ്ക്കൊക്കെ പോകണം. അപ്പോൾ ഇന്ന് എന്തായാലും പോകണമെന്ന് വിചാരിച്ചുകൊണ്ട് ഇന്നങ്ങ് പോയതാ. വൈകിട്ട് വരാൻ താമസിച്ചു. രാവിലെ തൊട്ട് മുത്തിനാന്ന് ഇങ്ങനെ എക്കിളെടുക്കത്തില്ലേ, അങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു. കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ ഒരു ചോക്ലേറ്റ് ഒക്കെ കഴിച്ചപ്പോൾ അതങ്ങ് നിന്ന്. എന്നെ കൊണ്ടുവിടാൻ പോകുമ്പം ഇങ്ങനെ എക്കിളിടുന്നുണ്ടായിരുന്നു. പിന്നെ പോയ വഴിക്ക് ഒരു ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ച് കഴിച്ചു. അങ്ങനെ അതങ്ങ് മാറിയായിരുന്നു. പിന്നെ വൈകിട്ട് എന്നെ വിളിക്കാൻ വന്നപ്പം ഇവിടെ ഇങ്ങനെ വേദന എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊരു പേടിയെ. ഞാൻ പിന്നെ കൊണ്ടുപോയി കാഷ്വാലിറ്റി ഡോക്ടറെ കാണിച്ചു. ഇ സി ജി ഒക്കെ എടുത്ത് കുഴപ്പമൊന്നുമില്ല, ഗ്യാസിൻ്റെ ആണെന്ന് പറഞ്ഞ് ഗുളിക തന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വരാൻ താമസിച്ച്. പിന്നെ മോനിക്കുട്ടനൊരു ചപ്പല് വാങ്ങിക്കാൻ കയറി, അതുകൊണ്ട് താമസിച്ചാണ് വന്നത്. പിന്നെ ഒന്ന് ജാനിക്കുട്ടിയുടെ അവിടെ നിന്ന് കയറി. നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന, നേരത്തെ ഞാൻ വീഡിയോയിൽ പറഞ്ഞതാണ്, മീട്ടു എന്ന് പറയുന്നൊരു മോളും ബെറ്റി എന്ന് പറയുന്നൊരു ചേച്ചിയും കൂടെ എന്നെ കാണാൻ വന്നത്, അമ്മയും മോളും കൂടി. അപ്പം ആ ചേച്ചിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചിയുടെ മോളും മക്കളും എല്ലാം കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് സ്വീറ്റ്സൊക്കെ കൊണ്ട് തന്നു. ഇതേ കേക്ക്, പിന്നെ എന്തുവാ സോൻപപ്പടി, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ട് തന്നെ. അപ്പോൾ അതൊക്കെ ജാനിക്കുട്ടിക്കും മുന്നോനും ഒക്കെ കൊടുത്തു. പിന്നെ കേക്ക് മുറിച്ചത് അമ്മമ്മയ്ക്കും കൊടുത്തു. പിന്നെ ഞങ്ങൾ എന്നിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. പിന്നെ വന്ന് സൂപ്പർ മാർക്കറ്റിൽ കയറി പാല് മേടിച്ചു. ഇന്ന് ചിക്കൻ കറി വെച്ചപ്പോഴാണ് ചിക്കൻ മസാല ഒട്ടുമില്ലെന്നുള്ളത് മനസ്സിലായത്. പിന്നെ അല്ലാതായിട്ട് മസാല, എൻ്റേതായിട്ടുള്ള മസാലയിലാണ് ഇന്ന് കറി വെച്ചത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ ബെറ്റി ചേച്ചിയൊക്കെ വന്നപ്പോൾ എനിക്ക് കൊണ്ട് തന്ന കുറച്ച് സാധനങ്ങളുണ്ട്. ഇത് മോനുകുട്ടിന് മേടിച്ച ക്രോക്സ് ആണ്. എനിക്ക് തണുക്കുന്നതിന് ഒരു ടർക്കിയാണോ പൊട്ടിച്ചില്ലേ അതിന്. പിന്നെ നെയിൽ പോളിഷ്, അതിൽ ജാനിക്കുട്ടിക്കും കൂക്കുനും ഞാൻ അവർക്ക് ഇഷ്ടമുള്ള കളർ കൊടുത്തു. പിന്നെ ഇത്, പിന്നെ പെർഫ്യൂം സെറ്റ്, പിന്നെ ഗ്രീൻ ടീ,
ചോക്ലേറ്റ്. അത് ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ. ഇനി ഫ്രിഡ്ജിൽ വെക്കാം. ഞാൻ കുട്ടിയും കുഞ്ഞുവിനും വരുമ്പം കൊടുക്കാം. അപ്പോൾ ഇന്നങ്ങനെ വളരെ സന്തോഷം നിറഞ്ഞൊരു അനുഭവം ഉണ്ടായി. പിന്നെ വേറെ എന്താണ് പ്രിയങ്ങളെ വിശേഷം? അങ്ങനെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. അത്താഴത്തിന് ചോറും കറികളും ഒക്കെ ഇരിപ്പുണ്ട്. രാവിലെ ഞാൻ ചിക്കൻ കറി വെച്ചു, ചപ്പാത്തി ഉണ്ടാക്കി. കൊച്ചുകൂടി രാവിലെ വീട്ടിലോട്ട് പോയി. കോളേജിലൊക്കെ പോണതുകൊണ്ട് അങ്ങ് പോയി. നാളെ ചിലപ്പോൾ റാസ കാണണമെന്നൊക്കെ പറഞ്ഞ് ആഗ്രഹിച്ചാൽ പോയേക്കുന്നത്. നാളെ ചിലപ്പോൾ ഇങ്ങോട്ട് പോരും കേട്ടോ. ഇന്നിപ്പം എന്തോ ഈ പ്രാവശ്യത്തെ റേഷൻ വാങ്ങിച്ചില്ല. രാവിലെ ഇന്നലെ എല്ലാം റേഷൻ വാങ്ങിക്കുന്ന കാര്യം പറഞ്ഞു, അതും നടന്നില്ല. ഇനിയിപ്പോൾ നാളെ രാവിലെ ആ ജോലിയൊക്കെ തീർക്കണം. പിന്നെ മുത്ത് പോയി കഴിഞ്ഞാൽ എനിക്കതൊക്കെ പ്രയാസമാണ്. പിന്നെ നമ്മൾ വൈകിട്ട് ഒട്ടും ഒരു കാര്യത്തിന് സമയം വൈകിട്ട് നമ്മൾ 6 മണിയാകുമ്പോഴത്തേക്ക് പള്ളിയിൽ ചെല്ലണം. പഴയ പള്ളി, നമ്മുടെ പഴയ പള്ളിയുണ്ട്. പഴയ പള്ളിയിൽ വെച്ചാണ് റാസയൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകണം. സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് റാസ ഇറങ്ങും. അപ്പോഴത്തേക്ക് അവിടെ എത്തണം. മോനുകുട്ടൻ റാസയുടെ കൂടെ പോകണമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ചിലപ്പോൾ പോവും. എനിക്ക് നടക്കാനാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. പ്രിയങ്ങളെ നോക്കട്ടെ. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പം ഞാൻ ഇച്ചിരി വെള്ളം ചൂടാക്കി ഒന്ന് കുളിച്ചേം വെച്ച് വരാം. കുറേ പേര് കുളിക്കുന്നതിനെ പറ്റിയും തലയിൽ തോർത്ത് കെട്ടി വെക്കുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞു. എന്താ പറയുന്നത്, തലനീരിറങ്ങുന്നതിൻ്റെതാണ് തലവേദനയെന്നൊക്കെ. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ വീണ്ടും വീണ്ടും പറയുവാണ്, നമ്മളത് ശീലിച്ച കാര്യമാണ്. എൻ്റെ തലവേദന അതുമായിട്ട് ബന്ധപ്പെട്ടതല്ല. പിന്നെ നമ്മുടെ വയ്യാഴികളെല്ലാം നമുക്ക് പബ്ലിക്കിൽ പറയാൻ പറ്റത്തില്ല. എനിക്ക് ആ കഴിഞ്ഞ ദിവസത്തെയൊക്കെ തലവേദന, അങ്ങനെ കഠിനമായ തലവേദനകൾ മിക്കവാറും വരുന്നതെല്ലാം എൻ്റെ ഒരു പീരീഡ്സിൻ്റെ ടൈമിലാണ്. ആ സമയത്ത് എനിക്ക് കഠിനമായ തലവേദനയാണ്. എൻ്റെ മുഖമെല്ലാം നീര് വെക്കും. അങ്ങനെയൊക്കെ എല്ലാ തലവേദനയല്ല, അങ്ങനെ 2 ദിവസവും 3 ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന തലവേദന അതിൻ്റേതാണ്. തലവേദന മാത്രമല്ല, നമ്മുടെ ശരീരത്തിൽ എവിടെയൊക്കെ വേദന വരാം അവിടെ എല്ലാം വേദനയാണ്. വയറ്, നടു, പുറം ഒക്കെ വേദനയാണ്. എല്ല് നുറുങ്ങുന്ന വേദനയാണ്. അപ്പം അതുകൊണ്ടാണ് അന്നത്തെയൊക്കെ തലവേദന വന്നത് കേട്ടോ. അപ്പം അത് നമ്മുടെ തല കുളിച്ചിട്ടോ തലനീരിറങ്ങിയതിൻ്റെ ഒന്നുമല്ല. പിന്നെ എന്നോടുള്ള സ്നേഹം കൊണ്ട് നിങ്ങൾ പറയുന്നതാണ്. പിന്നെ വൈകിട്ടത്തെ കുളി ഒഴിവാക്കുന്ന കാര്യവും ഈ തലവേദനയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പേര് പറഞ്ഞു. പകല് മുഴുവനും ഒരു എന്താ പറയുന്നത്, ഒരു വലിയ കുഴിയെടുത്ത് പൊടി നിറച്ച് അതിനകത്ത് ഇരുത്തിയേക്കുന്നത് പോലാണ് നമ്മൾ ആ ഒരു ഏരിയയിൽ നിൽക്കുന്നത്. കാരണം തൊട്ട് മുമ്പിൽ ആ ബിൽഡിങ്ങിൻ്റെ പണി നടക്കുന്നു. ഭയങ്കര പൊടിയാണ്, ആ റോഡിലെ പൊടി. ഇതെല്ലാം സഹിച്ച് നമ്മളിവിടെ വന്നിട്ട് കുളിക്കാതെ തല നനയ്ക്കാതെ ഒന്ന് കിടന്നുറങ്ങുക എന്ന് പറഞ്ഞാൽ ഒട്ടും ഓർക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊന്നും അല്ല എൻ്റെ ആ കഠിനമായ തലവേദനയുടെ കാര്യം കേട്ടോ. ഈ ഇടയ്ക്കാണ് ഈ തലവേദന, ആ സമയത്തൊക്കെ ഈ തലവേദന അത്രയും അലട്ടുന്നത്. ഇപ്പം ഈ ഇടയായിട്ടാണ്. പിന്നെ തലവേദന ഓൾറെഡി ഉള്ളതാണ്, നമ്മൾ അതിന് ട്രീറ്റ്മെൻറ്റ് എടുത്തതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പ്രശ്നങ്ങൾ ഓൾറെഡി ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതുമായിട്ട് ബന്ധമില്ല. കാരണം ഇത് നമ്മുടെ ദിനചര്യകളിൽ ഒന്നായിട്ട് വന്നതാണ്. രാവിലെയും വൈകിട്ടുള്ള കുളിയൊക്കെ അതുമായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഇതുവരെ. അപ്പോൾ ഞാൻ ഇച്ചിരി വെള്ളം ചൂടാക്കി ഒന്ന് കുളിച്ചിട്ട് വരാം കേട്ടോ. എൻ്റെ പ്രിയപ്പെട്ടവരുടെ സ്നേഹത്തിന് നന്ദി. അത് പറയാനാണ് ഞാൻ വന്നത്. പറഞ്ഞു വേറെ പറഞ്ഞങ്ങ് നിർത്തി. മോനിനോടാ പറഞ്ഞ മുടി വെട്ടി വെച്ച് വന്നിട്ടുണ്ട്. വരയൊക്കെ വേണമെന്നും പറഞ്ഞാ പോയത്. വര ഇട്ടോ? എന്തി അവിടെ വരയിട്ടില്ല, ഇവിടെ വരയിട്ട്. ഇട്ട് എന്തി വെട്ടമില്ലെന്ന് കാണിച്ച്. വരയിട്ട് പോയി കുളിക്ക്. മോനുകൂട്ടം വരാൻ വേണ്ടി അമ്മ കുളിക്കാൻ കയറിയ പിന്നെ നിങ്ങൾക്ക് കഥ തുറക്കണ്ടായെന്നോർത്ത് പോയി കുളി, എളുപ്പം കുളി. കുളിച്ച് സുന്ദരനായി. അയ്യോ, എത്ര ദിവസം കൊണ്ട് മുടി വെട്ടിക്കാൻ നടക്കൂലേ. ഇവിടെ ഒരു മരണം നടന്നൊരു പ്രായമൊന്നും അധികം ഇല്ലാത്ത ഒരാൾ മരിച്ചേ. അപ്പോൾ ആ ഒരു ബോഡിയൊക്കെ കൊണ്ടുവരുന്നേയും അടക്കത്തിൻ്റെയൊക്കെ ദിവസങ്ങളൊക്കെ നമ്മുടെ ഇവിടെ ഷോപ്പൊക്കെ അടച്ചിട്ടേക്കുമായിരുന്നു. ഇന്ന് നമുക്ക് കിട്ടിയ സമ്മാനത്തിനകത്തിരുന്ന് ഇത് കേട്ടോ, ബോഡി ലോഷനാണ്. മണം നോക്കട്ടെ, മണം. നോക്കട്ടെ, നല്ല രസമുണ്ട് ഈ കളറല്ലേ.
നല്ലൊരു സോഫ്റ്റ് കളർ. മണവും അങ്ങനത്തെ കേട്ടോ, നല്ല മണം. ബോഡി ലോഷൻ അപ്പം ഇവിടെയൊക്കെ പരട്ടിട്ട്. നല്ല മണമാണ് പ്രിയങ്ങളെ, എന്തൊരു മണം. സുന്ദരിയാവട്ടെ. നല്ല തണുപ്പ്. ഞാന് അവിടെ നിന്ന് കംപ്ലീറ്റ് പൊതി അഴിച്ച് ആ പാക്കറ്റിനകത്ത് നിന്ന് അഴിച്ച് കാണിക്കാമേ. എന്താ സുഖമെന്നറിയാത്, നല്ല പഞ്ഞി പോലെ നല്ല തണുപ്പത്ത് ഇത് പൊതച്ചിങ്ങനെ അങ്ങോട്ട് കിടന്നു ഉറങ്ങണം. ചന്ദ്രൻ കൊള്ളാല്ലേ, നല്ല മണം. ഇതായാലും എന്തൊരു മണോ. ഞാൻ കുളിക്കാൻ പോകുന്നതിന് മുമ്പേ മെഴുക്കുവരട്ടി അങ്ങോട്ട് അടുപ്പിലോട്ട് ഇട്ടിട്ടുണ്ട്. അതൊന്നുകൂടെ ഒന്ന് ചൂടായി വരാറുണ്ട്. ചോറ് ഞാൻ രാവിലെ വാർത്തിട്ടു. ഇന്നലെ ചോറ് തിളപ്പിച്ച് വെച്ചതാണ്. നമ്മൾ രാത്രി ചോറുണ്ടില്ലല്ലോ, മാമിയുടെ അടുക്കൽ കഴിച്ചുകൊണ്ട് വന്നുകൊണ്ട്. അതുകൊണ്ട് രാവിലെ അതെല്ലാം തിളപ്പിച്ച് വാർത്തിട്ടിട്ടാ പോയി. അതും ഒന്ന് ചൂടാക്കണം. ചൂടോടെ കഴിച്ച് ശീലിച്ചത് കൊണ്ട് ഒരു ചെറുതായിട്ടൊന്ന് ചൂടാക്കും. വാർക്കുന്നൊന്നുമില്ല, ചൂടാക്കി കഴിക്കാം. ഇവിടെ വന്നിട്ടൊക്കെ നമ്മൾ 8 മണിക്ക് അത്താഴം കഴിച്ച ശീലമേ ഇല്ല. കാരണം ജോലികളായിരുന്നല്ലോ. ഇന്നും 8 മണി കഴിഞ്ഞു, എന്നാലും നമുക്ക് അത്താഴം കഴിക്കാം. ഞാനിന്ന് ഉച്ചയ്ക്ക് ചോറുണ്ടില്ല, അപ്പം എനിക്ക് വിശപ്പുണ്ട്, കഴിക്കാം. തലയെക്കെട്ടൊന്നും അധിക നേരമില്ല, അഴിച്ചു. എൻ്റെ പ്രിയങ്ങൾ പറഞ്ഞതനുസരിച്ച് പെട്ടെന്ന് അങ്ങോട്ട് അഴിച്ചു കേട്ടോ. അടുക്കള ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് പെട്ടെന്ന് അഴിച്ചത്. അടുക്കള ജോലി ഉണ്ടെങ്കിൽ കുറച്ച് നേരം ഞാനിങ്ങനെ കെട്ടി വെച്ചേക്കും. അപ്പോൾ നമുക്ക് ചോറ് ചൂടാക്കി കഴിക്കാം. ഇന്നത്തെ മെഴുക്ക് പുരട്ടിക്കകത്ത് ഞാൻ നമ്മുടെ ലക്ഷ്മി ചേച്ചി തന്ന പൊരിയൽ പൗഡർ ഇല്ലേ, അതാണ് ഇട്ടത് കേട്ടോ. നമുക്ക് നോക്കാം. ഉരുളക്കിഴങ്ങിന് മാത്രമല്ല ഇതിനും പറ്റുമല്ലോ. ഇന്ന് രാവിലെ ചിക്കൻ കറിയൊക്കെ വെച്ചു, ചപ്പാത്തി ഉണ്ടാക്കി, പിന്നെ കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. നാളെ നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാം. ഇടിയപ്പവും ചിക്കൻ കറി എങ്ങനെയുണ്ട്? ഉരുളക്കിഴങ്ങും കൂടെ ഒക്കെ ചേർത്ത് ഇച്ചിരി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് റീമേക്ക് ചെയ്ത് ഒരു സൂപ്പർ കറി ഉണ്ടാക്കി ഇടിയപ്പവും ചേർത്ത് കഴിക്കുക. എങ്ങനെയുണ്ട്? 2026 രൂപയ്ക്ക് ഈ പിജിന്റെ ഇടിയപ്പം മേക്കറും ഒരു തവയും കൂടെ ഒരു കോംബോ ഓഫറായിട്ട് വരുന്ന പരസ്യം പത്രത്തിൽ കണ്ടിട്ടാണ് ഞാൻ ആ നമ്പറിൽ എൻക്വയറി ചെയ്ത് നമ്മുടെ പത്തനംതിട്ടയിൽ എവിടെയാണെന്നുള്ളതൊക്കെ കണ്ടുപിടിച്ച് അവിടെ പോയി വാങ്ങിച്ചത്. ഞാൻ മേടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രസന്ന ചേച്ചി ഉണ്ട്, ചേച്ചിക്ക് വേണമെന്ന് പറഞ്ഞു. ചേച്ചിക്ക് പിന്നെ ഞാൻ വാങ്ങിച്ച് ഒരാൾ വന്നു, ആളുടെ കൊടുത്തു വിട്ടു. പിന്നെ നമ്മുടെ ലക്ഷ്മി ചേച്ചിക്ക് വേണമെന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ ഞാൻ അവിടെ വിളിച്ച് ചോദിച്ചപ്പോൾ അവിടെ ഓഫർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി എപ്പോഴാണ് വരുന്നതെന്ന് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു. വേറെ ഷോപ്പില്ല കേട്ടോ, അതിൻ്റെ ആ ഒരു ബ്രാഞ്ച് അവിടെ മാത്രമേ ഉള്ളായിരുന്നു, വേറെ എങ്ങും ആ ഓഫർ ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള പിജിയോന്റെ ഷോപ്പിൽ ചോദിച്ചാൽ ഓഫർ ഉണ്ടെങ്കിൽ അവർ തരും. എല്ലാ ഷോപ്പിലും ഓഫർ അവർ അവൈലബിൾ ആക്കിയിട്ടില്ല. പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ ടോൾ ഫ്രീ നമ്പറിലെങ്ങാനും വിളിച്ച് ചോദിക്കണം. പത്രത്തിൽ പരസ്യം വന്നതാണ് ഞാൻ കണ്ടത് കേട്ടോ, മനോരമ പത്രത്തിൽ. വാ ചോറുണ്ട്, എനിക്ക് വിശക്കുന്നു. വാ മോനുകുട്ട വാ. ഹോംവർക്ക് ഉണ്ട്, ഹോംവർക്ക് വന്നിട്ടുണ്ട്, എഴുതണം. വാ. അതല്ല, ഓരോ ലാപ്ടോപ്പിനും ഓരോ അസ്യൂസിനും ഓരോ വോൾട്ടേജിന്റെ കാര്യമായിട്ട് ഓരോ മെസ്സേജ് എടുക്കണോ?
29 ദിവസം കൂടി, ഒരു വർഷമാകും. മഴയൊക്കെ ഇട്ട് എന്തുവാ ഞാനൊന്ന് ആഗ്രഹിച്ചു ചപ്പാത്തി രാവിലെ ചപ്പാത്തി ഉണ്ടാക്കായിരുന്നല്ലോ, വേണമെങ്കിൽ രണ്ടുപേരോട് അങ്ങ് ചപ്പാത്തി ഉണ്ടാക്കി വെക്കുമായിരുന്നു. കഴിച്ചിട്ട് വരാം. ഗുഡ് നൈറ്റ്. ഓ മുത്തിന് അച്ചാർ എടുത്തപ്പോൾ ഒരു ആഗ്രഹം, അത് ഞാൻ എടുത്തിച്ചിരി നാരങ്ങ കേട്ടോ. നമ്മുടെ ചിക്കൻ കറി. ഇന്നത്തെ അത്താഴം ഇതാണ് പ്രിയങ്ങളെ. മോര് കറി ഞാൻ എടുത്തില്ല, എനിക്ക് വേണമെന്നില്ല. അപ്പം കഴിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം ഒരുപാട് സ്നേഹം. നിങ്ങളുടെ സപ്പോർട്ട് എന്നും ഉണ്ടാവണം, എപ്പോഴും ഉണ്ടാവണം. നമുക്ക് മുന്നോട്ട് പോകാൻ വേറെ മാർഗങ്ങളില്ല. പ്രാർത്ഥനയും സപ്പോർട്ടും എന്നും ഉണ്ടാവണം കേട്ടോ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ പ്രാർത്ഥന ഉണ്ടാവും. നന്മ വരട്ടെ. നാളെ കാണാം. ടാറ്റ. ഓക്കെ, ബൈ ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.